ആദ്യ എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപിച്ച് പുതുവർഷത്തെ വരവേൽക്കുകയാണ് ISRO. പ്രൈമറി പേലോഡ് എക്സ്പോസാറ്റും മറ്റു 10 ഉപഗ്രഹങ്ങളുമുള്ള PSLV C-58 റോക്കറ്റ് തിങ്കളാഴ്ച രാവിലെ 9:10 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു. എക്സ്റേ ധ്രുവീകരണം അതിൻ്റെ കോസ്മിക് സ്രോതസ്സുകളും പഠിക്കുക എന്നതാണ് ദൗത്യത്തിൻ്റെ ലക്ഷ്യം. പൂജപ്പുര LBS വനിതാ കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച അൾട്രാവയലറ്റ് രശ്മികളെക്കുറിച്ചുള്ള പഠനത്തിനു സഹായിക്കുന്ന ഉപഗ്രഹമായ VSAT ഇതിൽ ഉൾപ്പെടുന്നു. ഇത്തരത്തിലുള്ള ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ദൗത്യമാണ് എക്സ്പോസാറ്റ്. 2021 സോഫ്റ്റ് എക്സ്റേ ബാൻഡിനുള്ളിൽ എക്സ്റേ ധ്രുവീകരണ അളവുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി നാസ ഇമേജിംഗ് എക്സ്റേ പോളാരിമെട്രിക് എക്സ്പ്ലോറർ വിക്ഷേപിച്ചിരുന്നു. എന്നാൽ എക്സ്പോസാറ്റ് മീഡിയം എക്സ്റേ ബാൻഡിനുള്ളിലായിരുന്നു പ്രവർത്തിപ്പിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 2 പേലോഡുകളെ വഹിക്കാൻ കഴിവുള്ളവയാണ് ഇതെന്നാണ് ISRO അറിയിച്ചത്. എക്സ്റേകളിൽ പോളാരിമീറ്റർ ഉപകരണം, എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ്. എക്സ്റേകളിലെ പോളാരിമീറ്റർ ഉപകരണം വിവിധ വിഭാഗങ്ങളിലുള്ള 40 ശോഭയുള്ള ജ്യോതിശാസ്ത്ര സ്രോതസ്സുകൾ നിരീക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ് വ്യത്യസ്ത ദ്രവ്യങ്ങൾ സൃഷ്ടിക്കുന്ന വൈദ്യുത കാന്തിക സ്പെക്ട്രം പഠിക്കും എന്നും ISRO അറിയിച്ചു. സെലസ്റ്റിയൽ സ്രോതസ്സുകളുടെ റേഡിയേഷൻ മെക്കാനിസവും ജ്യോമിതിയും പരിശോധിക്കുന്നതിനുള്ള ഒരു നിർണായക ഡയഗ്നോസ്റ്റിക് ഉപകരണമായി എക്സ്റേ ധ്രുവീകരണം പ്രവർത്തിക്കുന്നു. തമോദ്വാരങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, സജീവ ഗാലക്സി ന്യൂക്ലിയസുകൾ തുടങ്ങിയ സെലസ്റ്റിയൽ വസ്തുക്കളെക്കുറിച്ചുള്ള എക്സ്റേ ധ്രുവീകരണ അളവുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സ്ഥിതി വിവരക്കണക്കുകൾ അവയുടെ ഭൗതിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യത്തെ ഗണ്യമായി മെച്ചപ്പെടുത്താനുള്ള കഴിവുണ്ട്. പൂർണ്ണമായും ബംഗളൂരു ആസ്ഥാനമായുള്ള 2 സ്ഥാപനങ്ങൾ നിർമ്മിച്ചതാണ് ISROയുടെ UR റാവു സാറ്റലൈറ്റ് സെന്റർ. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പോസാറ്റ് 2008 ആശയ രൂപീകരിക്കുകയും ബഹിരാകാശ ഏജൻസിയുമായുള്ള ഔപചാരിക കരാറിൽ 2015 ഒപ്പുവെക്കുകയും ചെയ്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.